കാന്തല്ലൂരാണ്. അന്നസ് പറഞ്ഞപ്പോൾ നമ്മളിന്ന് വന്നിരിക്കുന്നത് കാന്തല്ലൂരാണ് കേട്ടോ. കാന്തല്ലൂരിലെ പ്ലാനറ്റ് കാന്തല്ലൂർ എന്നുള്ള റിസോർട്ടിലാണ്. സച്ച് എ ബ്യൂട്ടിഫുൾ പ്ലേസ്. ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം നമ്മൾ വന്നിരിക്കുന്നത് ഒരു കാടിൻ്റെ ഉള്ളിലാണ് നമുക്ക് ഈ റിസോർട്ട് വരുന്നത്. സോ നല്ലൊരു വ്യൂവും റിസോർട്ടാണെങ്കിൽ ഒന്നും പറയാനില്ല. നല്ല ബ്യൂട്ടിഫുൾ റിസോർട്ട്. നമുക്ക് വന്നിട്ട് ഡബിൾ റൂം ആൻഡ് മുകളിലൊരു സിംഗിൾ ബെഡും ഉണ്ട്. നമ്മുടെ കേർട്ടൻ മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് നല്ല വ്യൂവോടെ നമുക്ക് ബെഡിൽ കിടന്ന് തന്നെ കാണാം. അന്നസ് മുകളിൽ കുറച്ച് ഷൂട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് അവൾ കളിയും ചെയ്തൊക്കെ ആയിട്ട് അവിടെ ഇപ്പാണ്. സത്യം പറഞ്ഞാൽ നമുക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെക്കേഷൻ ആയത് കൊണ്ടിട്ട് ഓൾമോസ്റ്റ് എല്ലാം ഫിൽഡായിരുന്നു. ബുക്കിംഗ് ഒക്കെ ആയതുകൊണ്ടിട്ട് എവിടെയും കിട്ടുന്നുണ്ടായിരുന്നില്ല. അങ്ങനെയാണ് ഞാൻ അഖിൽ ചേട്ടനെ വിളിക്കുന്നത്. കാന്തല്ലൂരിൽ അവൈലബിലിറ്റി ഉണ്ട്, നീ പോരാന്നും പറഞ്ഞ് വിളിച്ചപ്പോഴാണ് ഞങ്ങൾ പോണത്. അങ്ങനെ ഞങ്ങൾക്കൊരു ക്യാമറമാനെയും കൂടി ചേട്ടൻ തന്നിട്ടോ, ഷോയ് ചേട്ടൻ. നല്ല അടിപൊളി ചേട്ടനായിരുന്നു. ഞങ്ങൾക്ക് ഒരുപാട് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് തന്നിട്ടോ. പിന്നെ മെയിനായിട്ട് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആക്ച്വലി അഖിൽ ചേട്ടൻ അയച്ചു തന്ന ഫോട്ടോസും വീഡിയോസും മാത്രമേ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ. അതുപോലെ ഇൻസ്റ്റയിലിട്ടേക്കുന്ന കുറച്ച് വളരെ ചുരുക്കം റീൽസും മാത്രമേ കണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ. നമുക്ക് നമ്മൾ ഫോട്ടോയിലും വീഡിയോയിലും കാണുന്ന പോലെ ആയിരിക്കില്ലല്ലോ. ചില സ്ഥലത്തുള്ള റിസോർട്ടൊക്കെ ഭയങ്കര ഡിഫറെൻ്റ് ആയിരിക്കും. അതുപോലെയായിരുന്നു ഞങ്ങൾക്കും. ഞങ്ങൾ വന്നപ്പോൾ കുറച്ച് ലേറ്റ് നൈറ്റായി. എന്നിട്ട് കുറച്ച് നേരം നമ്മൾ റെസ്റ്റൊക്കെ എടുത്തിട്ടാണ് നമ്മൾ വീഡിയോ ഒക്കെ എടുക്കാൻ ഇറങ്ങിയത്. ആക്ച്വലി ഞങ്ങൾ വന്നപ്പോൾ ചെക്കിങ് ചെയ്തു. കുറച്ച് നേരം ഒന്ന് സ്റ്റക്കായി. കാരണം ആക്ച്വലി അവിടുത്തെ വ്യൂവും റിസോർട്ടും കാര്യങ്ങളൊക്കെ കണ്ട് നമ്മളായി എന്താ പറയുക, ബോധം പോയ പോലെ ആയിപ്പോയി. അന്നസിനായിരുന്നു പിന്നെ ഏറ്റവും കൂടുതൽ ഹാപ്പി എന്ന് പറയുന്നത് അവളായിരുന്നു. കാരണം അവൾ കുഞ്ഞായിരുന്നപ്പോൾ കൊറോണയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ ട്രിപ്പൊന്നും പോകാൻ പറ്റിയിട്ടില്ല. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ട്രിപ്പ് പോയത് വേളാങ്കണ്ണി, കൊടൈക്കനാൽ അങ്ങനെയൊക്കെ ആയിരുന്നു കഴിഞ്ഞ കൊല്ലം. അപ്പോൾ അന്ന് നമ്മൾ ഇങ്ങനെ യൂട്യൂബ് ചാനലിൽ അങ്ങനെ വീഡിയോസൊന്നും എടുക്കാറില്ല, ഇന്നും എടുക്കാറില്ല. എന്നാലും ഒരു മിനി വ്ളോഗ് പോലെ ഇട്ടേക്കാന്ന് ഓർത്താണ് നമ്മൾ ഒരു കുട്ടി വ്ളോഗായിട്ട് കുറച്ച് കട്ട്സൊക്കെ എടുത്തേക്കുന്നത്. നമ്മളിതിൽ കുറേയൊന്നും ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല, കുറേയൊക്കെ നമ്മൾ കട്ട് ചെയ്തിട്ടാണ് വീഡിയോ ഇട്ടേക്കുന്നത്. അങ്ങനെ നമ്മൾ എല്ലാവരും ഫ്രഷായിട്ട് നമ്മൾ ജസ്റ്റ് ചെറിയൊരു ക്യാമ്പ് ഫയറും പിന്നെ ഒരു ബർത്ത്ഡേ പാർട്ടിയും ഉണ്ടായിരുന്നു. ആക്ച്വലി പപ്പയുടെ ബർത്ത്ഡേ ആയിരുന്നു 18th. നമ്മൾ 22nd നമ്മളവിടെ ചെല്ലുന്നത്. നമുക്ക് കുറച്ച് ഇഷ്യൂസൊക്കെ ഉണ്ടായതുകൊണ്ട് നമുക്ക് 22nd നമുക്ക് റൂമിൻ്റെ അവൈലബിലിറ്റി കിട്ടിയത്. അപ്പോൾ നമ്മൾ 18th അന്വേഷണം ഷൂട്ടിലൊക്കെ ചെയ്തുകൊണ്ടിട്ട് നമുക്ക് പപ്പയുടെ ബർത്ത്ഡേ അങ്ങനെ ആഘോഷിക്കാൻ പറ്റിയില്ല. അപ്പോൾ ഞാൻ അഖിൽ ചേട്ടനെ വിളിച്ചിങ്ങനെ കാര്യം പറഞ്ഞപ്പോൾ, കാര്യം എനിക്ക് അവിടുത്തെ ബേക്കേഴ്സൊന്നും അറിയില്ലല്ലോ. അപ്പോൾ സോ ഞാൻ അഖിൽ ചേട്ടനെ വിളിച്ച് പറഞ്ഞപ്പോൾ ചേട്ടൻ എല്ലാം സെറ്റാക്കി തരാമെന്ന് പറഞ്ഞ് അങ്ങനെ കേക്കൊക്കെയും ചേട്ടൻ തന്നെ സെറ്റാക്കി നമ്മളങ്ങനെ ചെറിയൊരു പാർട്ടിയൊക്കെ നടത്തിയിട്ടുണ്ട്. അത് ഞാൻ ഇതിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ കുറച്ച് നേരം അവൾക്ക് കുറച്ച് കോസ്റ്റ്യൂംസൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ഇട്ട് കുറേ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്ത് അന്വേഷിച്ച് ബെഡിൽ കിടന്ന് തകടം മറിയണമായിരുന്നു. അവൾക്ക് എന്താ ചെയ്യണ്ടേന്നറിയില്ല. അവിടെ നിന്നിട്ട് മേളിൽ കയറും ഇറങ്ങും അങ്ങനെയായിരുന്നു. ഫുൾ ഓട്ടവും കളിയും ചാട്ടവും കാര്യങ്ങളൊക്കെ ഇരുന്ന്. നമ്മൾ ചെന്നപ്പോൾ അധികം തണുപ്പുണ്ടായിരുന്നില്ല. കുറച്ചങ്ങോട്ട് കഴിഞ്ഞ് നമ്മൾ ക്യാമ്പ് ഫയറൊക്കെ സെറ്റ് ചെയ്യണ ടൈമായപ്പോൾ പുറത്തോട്ട് ഇറങ്ങിയപ്പോഴാണ് തണുപ്പങ്ങോട്ട് വന്നത്. ആക്ച്വലി അന്വേഷ് സെറ്റർ എടുത്തിട്ടുണ്ടായിരുന്നില്ല. സെറ്റർ എടുക്കാൻ നമ്മൾ വിട്ടുപോയി. വലിയ തണുപ്പുണ്ടാവില്ല എന്ന് ഓർത്തിട്ട് സെറ്റർ കാര്യങ്ങൾ എടുത്തില്ല. ബട്ട് ഞാൻ എൻ്റെ ഒരു സ്ട്രെച്ചർ പോലത്തൊരു കോട്ട് ഉണ്ടായിരുന്നു. പിന്നെ അതുകൊണ്ടായിരുന്നു അന്വേഷണം നടന്നു വെച്ചത്. അങ്ങനെ നമ്മൾ ക്യാമ്പ് ഫയറൊക്കെ സെറ്റ് ചെയ്യാൻ അതാണ് കേട്ടോ നമ്മുടെ അഖിൽ ചേട്ടൻ. പുള്ളിനെ നമ്മൾ ഫോട്ടോയിൽ ഞാൻ ആഡ് ചെയ്യാം. അതേ കണ്ട വെച്ചിറക്കി ഇട്ടിട്ട് തണുത്തിട്ട് കൈയൊക്കെ രണ്ടും ഉള്ളിലോട്ടാക്കി അതിൻ്റെ ഇടയ്ക്ക് അവിടെ നിന്നിട്ടൊരു ചെവി മുന്നൊരു സംഭവം മേടിച്ച് അങ്ങനെ ആ ഒരു ഇതിൽ കളിയായിരുന്നു. അങ്ങനെ നമ്മൾ അവിടെ എല്ലാവരും കൂടി ചേർന്ന് ക്യാമ്പ് ഫയർ സെറ്റ് ചെയ്യാനുള്ള പ്ലാനായിരുന്നു കേട്ടോ. അങ്ങനെ നമുക്ക് ക്യാമ്പ് ഫയർ സെറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഖിൽ ചേട്ടൻ്റെ അവിടെ വർക്ക് ചെയ്യുന്നൊരു ചേട്ടനാണ് ക്യാമ്പ് ഫയറൊക്കെ സെറ്റ് ചെയ്യുന്നത്. നമുക്ക് കുറേ കാര്യങ്ങൾ അവിടെ ചെയ്യാനുണ്ടായതുകൊണ്ട്
നമ്മൾ അവിടെ കുറേ വ്യൂവും കണ്ട് ഇങ്ങനെയൊക്കെ നടന്നു. ഇതാണ് കേട്ടോ ഞങ്ങളുടെ റിസോർട്ട് എന്ന് പറയുന്നത്. ഞങ്ങൾക്ക് വന്നിട്ട് അപ്പുറത്തുമായിരുന്നു 2 റിസോർട്ട് ഉണ്ടായിരുന്നു. ഫസ്റ്റ് വന്നതാണ് നമ്മൾ സ്റ്റേ ചെയ്തത്. അങ്ങനെ ഇതാക്കി. ആ താഴത്ത് കാണുന്ന റിസോർട്ടാണ് അഖിൽ ചേട്ടനൊക്കെ ഇതാക്കിയത്. മഡ് ഹൗസൊക്കെ ഉണ്ടായിരുന്നു. അവിടെ നിന്ന് നല്ല വ്യൂ ആണ് കേട്ടോ. അപ്പോൾ മോർണിംഗ് ഞാൻ അതിൻ്റെ വ്യൂ ഒക്കെ കാണിക്കാം. വ്യൂ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതും ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. ഒരുപാട് പേരുണ്ടാകും ഇങ്ങനെ വ്ളോഗ് മാത്രം കാണുന്ന ആൾക്കാർ, വ്ളോഗ് മാത്രം കണ്ട് ആഗ്രഹിച്ച് പോകണമെന്നുള്ള ആൾക്കാർ. അങ്ങനെയുള്ളവർക്ക് ഞാൻ പ്രിഫർ ചെയ്യണേന്ന് കാന്തല്ലൂരിൽ, പ്ലാനറ്റ് കാന്തല്ലൂർ. അങ്ങനെ പിന്നെ അന്വേഷിൻ്റെ ചെറിയ ഡാൻസ് ഉണ്ടായിട്ട് അത് കണ്ടിട്ടോ കേട്ടോ. അങ്ങനെ ഡാൻസ് ഇങ്ങനെ ആളപ്പം തന്നെ ഓടി. അപ്പം നമ്മുടെ ചേട്ടൻ വന്നിട്ട് നമുക്ക് ക്യാമ്പ് ഫയർ സെറ്റാക്കുമായിരുന്നു. അപ്പോഴത്തേക്കും അന്ന് മോഹൻലാലായിട്ടോ. നമുക്ക് ചെറിയൊരു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ആക്ച്വലി ആ വീഡിയോ നമുക്ക് കിട്ടിയിട്ടില്ല. അതുകൊണ്ടിട്ടാണ് നമുക്ക് പോസ്റ്റ് ചെയ്യാത്തത്. 2-3 ഫോട്ടോസ് കിട്ടിയിട്ടുണ്ടായില്ല. അപ്പോൾ അത് റീൽസ് ഔട്ട് വിട്ടിട്ട് നമുക്ക് ഫോട്ടോസ് പോസ്റ്റ് ചെയ്യാന്നുള്ള പ്ലാനായിരുന്നു. ബട്ട് കുറച്ച് ലാഗായിപ്പോയി. ഇതാണ് നമ്മുടെ അഖിൽ ചേട്ടൻ. ബ്ലാക്ക് ടീഷർട്ട് ആൻഡ് ബ്ലാക്ക് മുണ്ടെടുത്തേക്കുന്നതാണ് നമ്മുടെ അഖിൽ ചേട്ടൻ എന്ന് പറയുന്നത്. ഇതിൻ്റെ ഓണറാണ്. പിന്നെ നമ്മുടെ ഷോയ് ചേട്ടനെ ഞാൻ നേരത്തെ പരിചയപ്പെടുത്തിയായിരുന്നല്ലോ. അഖിൽ ചേട്ടൻ്റെ മുഖം അങ്ങനെ ഫേസ് അങ്ങനെ കാണാൻ പറ്റിയില്ലായിരുന്നു. അങ്ങനെ പിന്നെ അന്വേഷിച്ചോടെ ഇരുന്ന് നമുക്ക് കുറച്ച് പാട്ടൊക്കെ പാടി എന്തോക്കെ കാണിക്കാനുണ്ടായിരുന്നു. ക്യാമ്പ് ഫയറിൽ തീയൊക്കെ നോക്കി പാട്ടൊക്കെ പാടി നമുക്ക് അവൾ ഫുൾ എൻ്റർടൈൻമെൻ്റ് ആയിരുന്നു. അവളുടെ ഓരോ വർത്തമാനവും കേട്ട് നമുക്കതൊരു ഹാപ്പി ആയിരുന്നു. അങ്ങനെ നമ്മൾ പതുക്കെ ആ സസ്പെൻസ് പൊട്ടിച്ചു. പപ്പാക്കും മമ്മിക്കും ആർക്കും അറിയില്ലായിരുന്നു ഈ ഒരു കേക്ക് കട്ടിങ്ങിൻ്റെ കാര്യമൊന്നും ആർക്കും അറിയില്ലായിരുന്നു. നമ്മുടെ കൂടെ വന്ന ആർക്കും അറിയില്ലായിരുന്നു. ആയിക്കൂടെ എന്താണ് ഇത് നമ്മുടെ അഖിൽ ചേട്ടനും ഷോയ് ചേട്ടനും പിന്നെ എനിക്ക് മാത്രം അറിയുള്ളായിരുന്നു ഈ ഒരു സർപ്രൈസിൻ്റെ കാര്യം. ഞാൻ അഖിൽ ചേട്ടൻ്റെ അടുത്ത് മെയിനായിട്ട് പറഞ്ഞത് ആരോടും പറയണ്ട, നമുക്ക് നൈസായിട്ട് സർപ്രൈസ് കൊടുക്കാനുള്ള പ്ലാനൊക്കെ ആയിരുന്നു. അങ്ങനെ നമ്മൾ കേക്കൊക്കെ കട്ട് ചെയ്തു. അന്വേഷണം എന്തൊക്കെ വാരി കഴിക്കുന്നുണ്ടായിരുന്നു. ഇത് റീൽസ് ആക്ച്വലി ഞാൻ റീൽസും സ്റ്റോറി എന്തോ ഇട്ടപ്പോഴത്തേക്കും കുറേ പേര് വന്നിട്ട് ഇത് അന്വേഷിച്ച് കേക്ക് വാരി തിന്നുകയാണല്ലോ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ആക്ച്വലി നമ്മളിത് റീൽസിന് വേണ്ടി എടുത്ത വീഡിയോ ആണ്. ഞാനത് യൂട്യൂബായിട്ട് കട്ട് ചെയ്തുകൊണ്ടിട്ടാണ് ഇപ്പം മുഖം കിട്ടാത്ത കേട്ടോ. അങ്ങനെ അപ്പോൾ നമ്മളിതൊരു കുഞ്ഞു വ്ളോഗാണ്. ആരും സ്കിപ്പ് ചെയ്യാതെ കാണുക. കേക്കൊക്കെ നല്ലതായിരുന്നു കേട്ടോ. കാരണം മല കയറിയാണ് ആ കേക്ക് ഇവിടം വരെ വന്നത്. അങ്ങനെ പിന്നെ ഞങ്ങൾ ക്യാമ്പ് ഫയറൊക്കെ കൂടി അങ്ങനെ ഇരുന്നു. ഓക്കെ, അപ്പം നമുക്ക് ഇനി മോർണിംഗ് കാണാം കേട്ടോ. ഞങ്ങളിപ്പോൾ ഉറങ്ങാൻ പോകും. ഞാൻ നേരത്തെ തന്നെ പറഞ്ഞില്ല, നമ്മുടെ കേർട്ടൻ മാറ്റിക്കാൻ നല്ലൊരു വ്യൂ കാണാൻ പറ്റും. നൈറ്റ് ആയതുകൊണ്ടിട്ട് അത്രയും, പക്ഷേ മോർണിംഗ് നല്ല വ്യൂ ആണ്. റെയിൻബോ ഒക്കെ വന്നിട്ടുള്ളതുണ്ട്. ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട്, അത് ഞാനിതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും കാണാം കേട്ടോ. പിന്നെ വന്നിട്ട് നമുക്ക് ഉച്ചയ്ക്ക് നമുക്ക് വെക്കേറ്റ് ആവണമായിരുന്നു. കാരണം നമ്മൾ ഈ അഖിൽ ചേട്ടൻ്റെ തന്നെ പ്ലാനറ്റ്സ് വ്യൂ എന്നും പറഞ്ഞ് മൂന്നാർ ഒരു പ്രോപ്പർട്ടി ഉണ്ട്, അവിടെയും കൂടി ഒന്ന് പോകണമായിരുന്നു. അപ്പം അതുകൊണ്ടിട്ട് നമ്മൾ അവിടുത്തെ കുറച്ച് വീഡിയോസ് ഉണ്ട് യൂട്യൂബിലിടാൻ പറ്റിയ. ഞാൻ അതും കൂടി ഇതാക്കി ഇടാം കേട്ടോ. അടുത്ത പോയിട്ട് മൂന്നാറിലെ വീഡിയോ ഇട്ടിടാം. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ മോർണിംഗ് വ്യൂ വന്നിട്ട്. പിന്നെ രാവിലെ തന്നെ എഴുന്നേറ്റ് ബ്രഷൊക്കെ ചെയ്തിട്ട് കുറേ കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല പ്രോപ്പർ ആയിട്ട്. പിന്നെ ഞങ്ങൾ ചായയൊക്കെ കുടിച്ചു. ആക്ച്വലി ഞങ്ങൾ ചായ കുടിക്കാറില്ല. ഞാനും അന്വേഷും അങ്ങനെ ചായ ചായ വേണമെന്നുള്ളൊരിതൊന്നുമില്ല. പിന്നെ പാൽ ചായ അങ്ങനെയൊന്നും കുടിക്കില്ല. കുടിക്കണമെങ്കിൽ ബ്ലാക്ക് ടീ മാത്രമാണ്. അപ്പോൾ ഇത് ബ്ലാക്ക് ടീ ആയതുകൊണ്ടിട്ട് അങ്ങനെ കുടിച്ച്. പിന്നെ തണുപ്പുണ്ടായിരുന്നല്ലോ, അപ്പോൾ ഒരു തണുപ്പ് അങ്ങോട്ട് കുറഞ്ഞ് കിട്ടാനെന്നും പറഞ്ഞാൽ കുടിപ്പിച്ച. പിന്നെ തണുപ്പുള്ളതുകൊണ്ട് സൗണ്ടൊക്കെ നന്നായിട്ട് ക്ലൈമറ്റ് ചേഞ്ച് ആയതുകൊണ്ടിട്ട് സൗണ്ടൊക്കെ കുറച്ച് മാറ്റം വന്നുകൊണ്ടിട്ട് കുറച്ച് ചൂട് വെള്ളം നല്ലതാണെന്നും പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ കുടിച്ചു. ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞത്. ഇത് ഈ വീഡിയോയിൽ റെയിൻബോ വന്നിട്ടുണ്ട്. നല്ല
നല്ല വ്യൂ ആയിരുന്നു കേട്ടോ. രാവിലെ തന്നെ എഴുന്നേറ്റ് ഫ്രഷായി ഞങ്ങൾ കുറേ വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തായിരുന്നു. ആക്ച്വലി ഈ റെയിൻബോ വന്ന ടൈമിൽ ഞങ്ങൾ എഴുന്നേറ്റ് വരുന്ന ടൈമായിരുന്നു. അതുകൊണ്ടിട്ട് ഞങ്ങൾ ഫ്രഷായിട്ട് വന്നേച്ചായിരുന്നെങ്കിൽ നമുക്ക് ആ റെയിൻബോയും കൂടി ഇതാക്കിയിട്ട് ആഡ് ചെയ്ത് ഫോട്ടോ ഒക്കെ എടുക്കാമായിരുന്നു. ബട്ട് നമ്മൾ കുറച്ച് ലേറ്റായിപ്പോയി റെഡിയായി വരാൻ വേണ്ടിയിട്ട്. നമുക്ക് പിന്നെ ഉച്ചക്ക് വെക്കേറ്റ് ചെയ്ത് മൂന്നാറിലോട്ട് പോകാനുള്ളത് കൊണ്ടിട്ട് അതിൻ്റെ കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ ഇതായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് ഈ വീഡിയോയും റീൽസും അതൊക്കെ എടുക്കേണ്ടതുകൊണ്ട് വേഗം കുറേയൊക്കെ സ്കിപ്പ് ചെയ്ത് അങ്ങനെ എടുത്തു. അങ്ങനെ ഞങ്ങൾ മഡ് ഹൗസിൽ കയറി അവിടുന്ന് വ്യൂ കണ്ടിട്ടോ. കാരണം നൈറ്റ് ആയതുകൊണ്ടിട്ട് അന്വേഷനോട് പറഞ്ഞു അങ്ങോട്ട് കയറണ്ട, കാരണം നമുക്ക് പറയാൻ പറ്റത്തില്ല, വല്ല കാലതട്ടി വീണതിനാലാന്ന് ഓർത്തിട്ട് മോർണിംഗ് കയറ്റാന്നും പറഞ്ഞ് അങ്ങനെ മോർണിംഗ് ഞങ്ങൾ കയറി. നല്ലൊരു വ്യൂ ആയിരുന്നു കേട്ടോ. ആക്ച്വലി അവൾ നല്ല ഹാപ്പി ആയിരുന്നു. അവളോട് ഞാൻ ചോദിച്ചു ഇങ്ങനെയാണ്, ഹാപ്പിയാണോ? പിന്നെ ഡബിൾ ഹാപ്പി. ആൾക്കെന്ന് പറഞ്ഞാൽ ഇവിടെ ഓടിക്കളിക്കാം, പിന്നെ അതുപോലെ തന്നെ വ്യൂ കാണാം, കുറച്ച് ഫോട്ടോ എടുക്കാം, അത്ര ഉണ്ടായിരുന്നുള്ളൂ. ബട്ട് മൂന്നാർ വന്നിട്ട് സ്വിമ്മിങ് പൂളുണ്ട്, പ്രൈവറ്റ് സ്വിമ്മിങ് പൂളുണ്ട്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് വെക്കേറ്റായി മൂന്നാറിലോട്ട് പോവുകയാണ്. അപ്പോൾ ഇത്രേ ഉള്ളൂ ഈ വ്ളോഗ്. ചെറിയൊരു വ്ളോഗാണ്. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഇനിയും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഞാൻ ഇനിയും ഇതുപോലെ കുഞ്ഞു